രാവിലെ എന്തോ ഒരു ഓർമ്മയിൽ അവൾ കണ്ണുകൾ തുറന്നു. തൻ്റെ ചൂട് പറ്റി കിടക്കുന്ന കുഞ്ഞിനെ അവൾ നോക്കി. കക്ഷി നല്ല ഉറക്കത്തിലാണ്. അവൾ രണ്ട് സൈഡിലും ഓരോ തലയിണ എടുത്തു വെച്ചു. മുടി വാരിക്കെട്ടി ബണ്ണിട്ടുകൊണ്ട് ബാത്റൂമിൽ ഫ്രഷ് ആകാൻ കയറി. ഫ്രഷായി ഇറങ്ങിയതും ഒരു റെഡ് കളർ ലെഗിൻസ് പാൻറ്റും ഒരു യെല്ലോ കളർ ടോപ്പും എടുത്തിട്ടുകൊണ്ട് അവൾ താഴേക്കിറങ്ങി. മോളിന്ന് നേരത്തെയാണല്ലോ, എന്തുപറ്റി? വീണ്ടും സ്വപ്നം കണ്ടോ? ഇല്ല സുധാമേ, ഇന്ന് നേരത്തെ ഓഫീസിൽ പോകണം. ഇന്ന് ഓഫീസിൽ പുതിയ MD ജോയിൻ ചെയ്യുക. സ്റ്റാഫുകളെല്ലാം നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ പറഞ്ഞുകൊണ്ട് ചായക്കപ്പ് ചുണ്ടിലേക്ക് അടുപ്പിച്ചിട്ട് സ്ലാബിലേക്ക് കയറിയിരുന്നു. മീൻകാരൻ വന്നെന്ന് തോന്നുന്നു, ഞാനൊന്ന് നോക്കിയിട്ട് വരാമേ, മോളത് കുടിക്ക്. അതും പറഞ്ഞ് അവർ നോക്കാൻ പോയി. താൻ ഇന്ന് ഈ ബാംഗ്ലൂർ നഗരത്തിൽ വന്നിട്ട് 2 വർഷമാകുന്നു. മമ്മിയെ മാത്രമാണ് വിളിക്കുന്നത്, അതും വല്ലപ്പോഴും മാത്രം. മമ്മിയെ വിളിക്കുന്നത് നാട്ടിൽ വേറെ ആർക്കും അറിയില്ല. പറഞ്ഞാൽ മമ്മിയെ വിളിക്കുന്നത് കൂടി നിർത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാകണം മമ്മി അത് ആരോടും പറയാത്തത്. കുഞ്ഞുള്ള കാര്യം മമ്മിക്ക് അറിയില്ല. അറിഞ്ഞാൽ മമ്മി എല്ലാവരോടും പറയും. ഞാൻ എന്തിനാ ഇച്ചായനെ വിട്ടുപോയതെന്ന് മമ്മി പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ ഞാനത് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കും. മമ്മി ഇച്ചായനെ പറ്റി പറയാൻ ശ്രമിക്കുമ്പോഴും താൻ ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. ഇച്ചായനെ പറ്റി എന്തെങ്കിലും കേട്ടാൽ എല്ലാം മറന്ന് താൻ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു പോകുമെന്ന് പേടിയാണ് എനിക്ക്. അതൊരിക്കലും പാടില്ല. അവൾ പഴയത് ഓരോന്ന് ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ചായ കുടിച്ച കപ്പ് കഴുകി വെച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ കിടന്ന് ഒന്നും അറിയാതെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന തൻ്റെ മാലാക കുഞ്ഞിലേക്ക് അവളുടെ കണ്ണുകൾ പോയി. എനിക്കെൻ്റെ പൊന്നൂട്ടനെ പോലെ ഒരു മാലാക കുഞ്ഞിനെ മതി. റിച്ചിയുടെ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇച്ചായൻ ആഗ്രഹിച്ചതുപോലെ നമുക്കൊരു മാലാക കുഞ്ഞിനെ ഇച്ചായ ദൈവം തന്നത്. ഇച്ചായൻ്റെ കണ്ണും മൂക്കും ഒക്കെയുള്ളൊരു മാലാക കുഞ്ഞാ നമ്മുടെ മോള്. ഇപ്പോഴേ ഇച്ചായനെ പോലെ തന്നെ വാശിയ അവൾക്ക്. അവൾ ഫോണിൽ കിടക്കുന്ന അവളുടെ കവളിൽ കടിച്ചുകൊണ്ട് നിൽക്കുന്ന റിച്ചിയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നെ എന്തോ ഓർത്തതുപോലെ കുഞ്ഞിനെ ഒന്ന് മുത്തിക്കൊണ്ട് അവൾ ഒരുങ്ങി ബാഗും എടുത്ത് ഹാളിലേക്ക് നടന്നു. അവൾ ഇറങ്ങി വന്നതും സുധ അവൾക്ക് ചോറ് കൊണ്ടു കൊടുത്തു. കഴിച്ചിട്ട് പോകാം മോളെ. വേണ്ട സുധാമേ, കഴിക്കാനിരുന്നാൽ ഇനിയും താമസിക്കും. മോൾ എഴുന്നേൽക്കുമ്പോൾ ആ കുറുക്കൊന്ന് കൊടുത്തേക്കണേ, അവൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങി. അവൾ പോകുന്നത് അവർ നോക്കി നിന്നു. പിന്നെ എന്തോ ഓർത്തതുപോലെ ഫോണെടുത്ത് അവർ ഡയൽ ചെയ്തിട്ട് ചെവിയിലേക്ക് വെച്ചു. മോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവർ പറഞ്ഞതും അപ്പുറത്ത് നിൽക്കുന്ന 3 പേരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ 4ാമത്തെ ആളുടെ മുഖം എന്താ ഭാവമെന്ന് അവർക്ക് മനസ്സിലായില്ല. അവൾ ഓഫീസിലെത്തിയതും അവളെ കണ്ടുകൊണ്ട് ഒരു പെൺകുട്ടി ഓടി വന്ന് കയ്യിലേക്ക് പിടിച്ചു. തുളസി, എന്താടി നീ ലേറ്റായത്? ബസ് കിട്ടാൻ താമസിച്ചടി. വീട്ടിൽ നിന്നും നേരത്തെ തന്നെയാണ് ഇറങ്ങിയത്. ഇവൾ തുളസി നല്ല പക്കാ നാടൻ പെൺകുട്ടി. ബാംഗ്ലൂരിൽ വന്നിട്ടും അവൾ സ്വന്തം നാടിനെ മറന്നിട്ടില്ലെന്ന് തന്നെ പറയാം. ഓഫീസിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവൾക്ക് കിട്ടിയ അവളുടെ ഫ്രണ്ട്. പക്ഷെ പൊന്നുവിൻ്റെ കാര്യങ്ങളൊന്നും അവൾക്കറിയില്ല. പൊന്നു ഡിവോഴ്സ്ഡ് ആണെന്ന് മാത്രമേ അവൾക്കറിയുള്ളൂ. അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവളൊന്നും ചോദിക്കാനും പോയിട്ടില്ല. പുതിയ MD വന്നോടി? ഇല്ലടി, ആ സാറിന് ഇന്ന് വരാൻ പറ്റില്ലെന്ന്. വേറെ 2 സാറുമാർ എത്തിയിട്ടുണ്ട്, കൂടെ ഒരു പെൺകുട്ടിയും. ആ പെൺകുട്ടി നമ്മുടെ MD കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണെന്നാണ് പറഞ്ഞത്. അവൾ വിഷമിച്ചുകൊണ്ട് പറഞ്ഞതും പൊന്നൊന്ന് ചിരിച്ചു. എൻ്റെ തുളസി കൊച്ചിന് വിഷമമായെന്ന് തോന്നുന്നല്ലോ MDയെ വായി നോക്കാൻ പറ്റാത്തതിൽ. അവളെ തുളസിയുടെ കവിളിലൊന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പോടി, അങ്ങനെയൊന്നുമില്ല. പിന്നെ വന്നിരിക്കുന്ന 2 സാറുമാർ കല്യാണം കഴിക്കാത്തതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. രണ്ടും ഒന്നിനൊന്നും മെച്ചം. MD ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അറിഞ്ഞിട്ടും വലിയ ഗുണമൊന്നുമില്ല. അയാൾക്ക് പെണ്ണൊക്കെ സെറ്റായിട്ടിരിക്കുകയല്ലേ. എങ്കിൽ നമുക്ക് അവരെ ആരെങ്കിലും നോക്കാട്ടോ. പൊന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും തുളസിയും അതിനൊത്തു തന്നെ ചിരിച്ചു. അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും അവിടുത്തെ മറ്റൊരു സ്റ്റാഫ് വന്ന് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് അവരെ വിളിച്ചു. നീ നടന്നോ, ഞാൻ ഈ ബാഗൊന്ന് കൊണ്ടുവച്ചിട്ട് വരാം. അവൾ തുളസിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും തുളസി മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് നടന്നു. ബാഗ് കൊണ്ടുവച്ചിട്ട് അവളും കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു. എന്തുകൊണ്ടോ അവളുടെ നെഞ്ച് വല്ലാതെ ഇടിക്കാൻ തുടങ്ങി. തൻ്റെ പ്രിയപ്പെട്ടതെന്തോ തന്നെ തേടി എത്തിയിരിക്കുന്നുവെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ. അവൾ കണ്ണുകളൊന്ന് അടച്ചു തുറന്നുകൊണ്ട് കോൺഫറൻസ് ഹാളിലെ വാതിൽ തുറന്നതും മുൻപിൽ നിൽക്കുന്ന 3 പേരെ കണ്ട് അവൾ തറഞ്ഞു നിന്നുപോയി. ആൽബിച്ചായൻ. ആദ്യത്തെ ആളിനെ കണ്ടതും അവൾ അറിയാതെ പറഞ്ഞു, അപ്പു. ആൽബിയുടെ അടുത്ത് നിൽക്കുന്ന അപ്പുവിനെ കണ്ട് അവൾ വീണ്ടും പറഞ്ഞു, അനീറ്റ് ചേച്ചി. അവരുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവളെ കണ്ടതും നമ്മുടെ കൊച്ചിൻ്റെ കിളികൾ മുഴുവനും കൂടും കുടുക്കയും എടുത്ത് ആ ദേഷ്യമേ വിട്ടിരുന്നു. മരിയ. അപ്പുവിൻ്റെ ഉച്ചത്തിലുള്ള വിളിയാണ് പൊന്നുവിനെ സ്വപ്നലോകത്തു നിന്നും ഉണർത്തിയത്. എന്താ? താനിത് ഏത് ലോകത്താ? മീറ്റിംഗ് തുടങ്ങണം, ടൈമായി. സ്വപ്നം കാണാനാണേ വീട്ടിലിരുന്നാൽ പോരെ? അപ്പു പറഞ്ഞത് കേട്ടതും പൊന്നു യാന്ത്രികമായി തന്നെ അവിടെയുള്ളൊരു കസേരയിലേക്ക് ചെന്നിരുന്നു. ആ AC തണുപ്പിലും അവൾ വിയർത്തൊലിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് മീറ്റിംഗ് തുടങ്ങാം.
നിങ്ങളുടെ എല്ലാവരുടെയും പേരും പൊസിഷനും ഒക്കെ ഞങ്ങൾക്കറിയാം. ബട്ട് നിങ്ങൾക്ക് ഞങ്ങളെ അറിയാൻ വഴിയില്ല. സോ ഞങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ആൽവിൻ ജോസഫ് കുര്യൻ. ഞാനാണ് ഇന്നു മുതൽ ഇവിടുത്തെ HR മാനേജർ. ഇതെൻ്റെ ചേട്ടൻ ആൽബിൻ അലക്സ് കുര്യൻ. ആൽബിച്ചായനായിരിക്കും ഇനി നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ്. നെക്സ്റ്റ്, ഇത് ഞങ്ങളുടെ ഫ്രണ്ട് ആൻഡ് നമ്മുടെ MDയുടെ ഭാവി വൈഫ് അനീറ്റ റേച്ചൽ. അനീറ്റ ആയിരിക്കും ഇന്നു മുതൽ അസിസ്റ്റൻറ്റ് HR. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ, ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് കൂടിയാണ്. അപ്പോൾ എല്ലാവരെയും നോക്കിക്കൊണ്ട് ഒന്ന് പറഞ്ഞു നിർത്തി. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഞങ്ങൾ ഈ കമ്പനി വാങ്ങിയ കാര്യം. നമ്മുടെ MD ഇന്ന് വരാനിരുന്നതാ, പക്ഷെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂ കാരണം ഇന്ന് എത്താൻ പറ്റിയില്ല. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൽ 2 പേർക്ക് ഞങ്ങൾ ഈ മീറ്റിങ്ങിൽ വെച്ച് ഒരു പ്രൊമോഷൻ തരുവാണ്. ആൽബി പറഞ്ഞതും എല്ലാവരും ആർക്കാണെന്നറിയാതെ പരസ്പരം നോക്കി. പൊന്നു അപ്പോഴും നിർവികാരതയോടെ ഇരിക്കുകയായിരുന്നു. മിസ്സിസ് മരിയ. പൊന്നുവിൻ്റെ പേര് വിളിച്ചതും അത്രയും നേരം കുനിഞ്ഞിരുന്ന അവൾ തല ഉയർത്തി നോക്കി. താൻ മിസ്സിസ് ആണല്ലോ അല്ലേ? അപ്പോൾ പുച്ഛത്തോടെ പറഞ്ഞതും പൊന്നു ദയനീയമായി അവനെ നോക്കി. താൻ ഇന്നു മുതൽ MDയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരിക്കും. ആൽബി അവളെ നോക്കി പറഞ്ഞു. ആൻഡ് ദെൻ ശിവ. അവളുടെ അടുത്തായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് അവൻ വിളിച്ചു. താനായിരിക്കും മരിയയുടെ പഴയ പൊസിഷനിൽ, ഐ മീൻ അക്കൗണ്ടൻറ്റ്. താൻ മരിയയുടെ അസിസ്റ്റൻ്റ് അല്ലായിരുന്നോ? ആൽബി സംശയത്തോടെ ചോദിച്ചു. അതെ സർ. ഓക്കെ, ഫൈൻ. അപ്പോൾ വർക്ക്സൊക്കെ പഠിച്ചു കാണുമല്ലോ? കുഴപ്പമില്ല സാർ. പിന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാഡത്തിനോട് ചോദിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നു മുതൽ താൻ കമ്പനിയുടെ അക്കൗണ്ടൻറ്റ് സെക്ഷനിലേക്ക് മാറിക്കോളൂ. ആൽബി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, ബാക്കിയുള്ളവരാരും വിഷമിക്കേണ്ട. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സാലറിയുടെ 15% കൂടുന്നതായിരിക്കും. അവർ പറഞ്ഞതും എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ നമുക്ക് മീറ്റിംഗ് പിരിയാം. അപ്പു പറഞ്ഞതും എല്ലാവരും എഴുന്നേറ്റ് പോയി. എല്ലാവരും പോയിട്ടും എന്താ തനിക്ക് മുൻപിൽ സംഭവിച്ചേ എന്നുള്ള ഞെട്ടലിൽ തന്നെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു പൊന്നു. അനീറ്റ ചേച്ചി എങ്ങനെ ഇവരുടെ കൂടെ? MD ആരായിരിക്കും? MDയുടെ ഭാവി ഭാര്യ അനീറ്റ ചേച്ചി. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ മാതാവേ. ഞാനിവിടെ ഉണ്ടെന്ന് ഇവരെങ്ങനെ അറിഞ്ഞേ? എന്നെ ആദ്യമായി കണ്ട ഞെട്ടലൊന്നും ഇവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാന്നല്ലേ? മമ്മി പറഞ്ഞതായിരിക്കുമോ? ഏയ്, അതാകാൻ വഴിയില്ല. മമ്മിക്ക് ഞാൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അവൾ ഓരോന്നും ആലോചിച്ചു കൊണ്ടിരുന്നു. മുൻപിൽ ആരൊക്കെയോ വന്ന് നിൽക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ പതിയെ തല ഉയർത്തി നോക്കി. തന്നെ നോക്കി കൈകെട്ടി നിൽക്കുന്ന അപ്പുവിനെയും ആൽബിയെയും കണ്ട് അവൾ തെറ്റ് ചെയ്ത കുട്ടികളെ പോലെ തല താഴ്ത്തി. എന്താടി, നിനക്ക് ഒളിച്ചു കളിച്ച് മതിയായോ? അപ്പു ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അപ്പു, ഞാൻ ഇണ്ടരുത്, നീ വിളിക്കരുത്, നീ അങ്ങനെ. ഞങ്ങൾക്കൊന്നും കേൾക്കണ്ടടി. നിനക്ക് ഇത്രയും നാൾ പറയാൻ വയ്യായിരുന്നല്ലോ. ഇനി നീ ഒന്നും പറയണമെന്നുമില്ല. ഇത്രയും നാൾ നീ ഞങ്ങളിൽ നിന്ന് ഒളിച്ചു കളിച്ചില്ലേ? ഞങ്ങളെയൊക്കെ തീറ്റിച്ചില്ലേ നീ? ഇനി നീ നേരിട്ട് കണ്ടോ ഞങ്ങളുടെ കളി. നീ കാത്തിരുന്നോ? നീ എപ്പോഴും ചെകുത്താനെന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരാളില്ലേ, ആ ചെകുത്താൻ വരുന്നുണ്ട്. അയാളുടെ ചെകുത്താൻ ഭാവം സഹിക്കാൻ ശക്തി തരണേ എന്ന് നീ കർത്താവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചോ? അപ്പു ദേഷ്യത്തോടെ പറഞ്ഞതും പൊന്നു ദയനീയമായി അവനെ നോക്കി. ആൽബിച്ചായ. അവൾ ദയനീയമായി ആൽബിയെ നോക്കി വിളിച്ചു. എന്നാൽ ആൽബി അത് കേൾക്കാൻ നിൽക്കാതെ തിരിഞ്ഞു നിന്നു. വാ മോളെ. ആൽബി അനീറ്റയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അനീറ്റ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. പൊന്നു ആൽബി പിടിച്ചിരിക്കുന്ന അനീറ്റയുടെ കയ്യിലേക്ക് നോക്കി. തന്നെ ചേർത്ത് പിടിച്ച കൈകൾ. അവൾ കരഞ്ഞുകൊണ്ട് കസേരയിലേക്ക് തന്നെ ഇരുന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അപ്പുവും അവിടെ നിന്നിറങ്ങി. ഹാളിന് വെളിയിലിറങ്ങിയ ആൽബിയുടെ കണ്ണുകൾ നിറഞ്ഞു. അതറിഞ്ഞെന്ന പോലെ അപ്പു അവൻ്റെ കൈകളിൽ പിടിച്ച് ഒന്നുമില്ല എന്ന് കണ്ണടച്ചു കാണിച്ചു. എല്ലാവരും പോയിട്ടും പൊന്നു അതേ ഇരിപ്പിരിക്കുകയായിരുന്നു. അവൾക്ക് കയ്യും കാലും ഒന്നും അനങ്ങാത്ത അവസ്ഥയായിരുന്നു. ശ്വാസം പോലും നെഞ്ചിൽ ഉടക്കി നിൽക്കുന്നത് പോലെ തോന്നി. ആ ചെകുത്താൻ വരുന്നുണ്ട്. അയാളുടെ ചെകുത്താൻ ഭാവം സഹിക്കാൻ ശക്തി തരണേയെന്ന് നീ കർത്താവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചോ? അപ്പു പറഞ്ഞത് ഓർക്കും തോറും അവളുടെ നെഞ്ചു ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി. ഇച്ചായം വന്ന അവൾ പേടിയോടെ ഓർത്തു. ആ, നീ ഇവിടെ വന്നിരിക്കുവാണോ? ഞാൻ എവിടെയെല്ലാം നോക്കി. കള്ളി, ഒറ്റ ദിവസം കൊണ്ടല്ലേ അക്കൗണ്ടൻറ്റിൽ നിന്നും MDയുടെ സെക്രട്ടറി ആയിട്ട് മാറിയത്. ഇനി ഞാൻ നിന്നെ മേഡം എന്ന് വിളിക്കേണ്ടി വരുമല്ലോ. തുളസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞിട്ടും പൊന്നു ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുന്നത് കണ്ട് അവൾ അവളുടെ മുഖം പിടിച്ചുയർത്തി. എന്താ മരിയ, എന്തിനു കരയുന്നേ? അവൾ ആവലാതിയോട് ചോദിച്ചു. ഒന്നുമില്ലടാ, പെട്ടെന്ന് പ്രമോഷൻ കിട്ടിയല്ലോ, സന്തോഷം കൊണ്ടാ. പൊന്നു അപ്പം തോന്നിയ ഒരു കള്ളം പറഞ്ഞു. അതിന് നീ എന്തിനാ കരയുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷം കൊണ്ടാടി. അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. ശരി, അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നിന്റെ ചെലവ്. എന്താ? തുളസി പറഞ്ഞതും പൊന്നു അവർക്ക് വേണ്ടി ഒന്ന് ചിരിച്ചു കൊടുത്തു. ആൽബി അപ്പവും ഓഫീസ് കാര്യങ്ങളല്ലാതെ പൊന്നുവിനോടൊന്നും തന്നെ സംസാരിച്ചില്ല. അവളെ അവർ മരിയ എന്ന് വിളിക്കുന്നത് കേൾക്കും തോറും ഉള്ളിലെന്തോ തിളച്ചു മറിയുന്നതായി അവൾക്ക് തോന്നി.
പൊന്നൂസേ മോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന അവർക്ക് താനിപ്പോൾ മരിയയായിരിക്കുന്നു. താൻ അവരിൽ നിന്ന് ഒരുപാട് ദൂരെയായതുപോലെ. ആൽബി അപ്പുവും അനീറ്റയും ഉച്ചയ്ക്ക് തന്നെ പോയിരുന്നു. പൊന്നൂന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ അപ്പുവിനോട് ലീവ് ചോദിച്ചെങ്കിലും അവൻ കൊടുത്തിരുന്നില്ല. വൈകിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. ശമ്പളം തരുന്നത് പണിയെടുക്കാനാണെന്നും പറഞ്ഞ് അവൻ ഒരുപാട് ദേഷ്യപ്പെട്ടു. മാത്രമല്ല അവളെ കൊണ്ട് ഓരോ പണി എടുപ്പിക്കുകയും ചെയ്തു. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളുടെ സീറ്റിൽ പോയിരുന്ന് കരഞ്ഞു. പെട്ടെന്ന് വൈകിട്ടാകാൻ അവൾ പ്രാർത്ഥിച്ചു. തൻ്റെ കുഞ്ഞിനെ മാറോടണച്ചെന്ന് പൊട്ടിക്കരയണമെന്ന് അവൾക്ക് തോന്നി. വൈകിട്ടായതും അവൾ ഓഫീസിൽ നിന്നും റൂമിലേക്ക് ഓടുകയായിരുന്നു. അവൾ എങ്ങനെയോ വീട്ടിൽ തിരിച്ചെത്തി. മോളെ ചായ എടുക്കട്ടെ? അവളെ കണ്ട് സുധ ചോദിച്ചു. ആ സുധാമേ, നല്ല തലവേദന, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ശരി മോളെ. മോൾ എന്തിയ സുധാമേ? മോൾ എൻ്റെ റൂമിലുണ്ട്, ഉറങ്ങുവാ, അവർ പറഞ്ഞു. അവൾ അവരുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും മോളെ ഇപ്പോൾ കുഞ്ഞിനെ ഉണർത്തണ്ട, നല്ല വഴക്കായിരുന്നു, ഇപ്പം അങ്ങോട്ട് ഉറങ്ങിയതേ ഉള്ളൂ, മോൾ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ചായ എടുക്കാം. അവർ അവളെ എങ്ങനെയോ റൂമിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് അവർ റൂമിൽ പോയി ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. മോള് വന്നിട്ടുണ്ട്, കുഞ്ഞെവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കൊണ്ടുവരാം, മറുവശത്തു നിന്ന് പറഞ്ഞതും അവർ ചിരിയോടെ ഫോൺ വെച്ചു. റൂമിലേക്ക് വന്ന അവൾ ബാഗ് വെച്ചിട്ട് മുടി വാരിക്കെട്ടി ബണ്ണിട്ടു. ഡ്രസ്സ് മാറാൻ തുടങ്ങിയതും റൂമിൻ്റെ ഡോർ അടയുന്ന ശബ്ദം കേട്ട അവൾ തിരിഞ്ഞു നോക്കി. അടഞ്ഞ ഡോറിൽ ഒരു കാല് ചവിട്ടി ചുണ്ടിൽ എരിയുന്ന സിഗരറ്റുമായി തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന ആളിനെ കണ്ടതും അവളുടെ നെഞ്ചിടിപ്പ് കൂടി. ചെനിയിൽ നിന്നും വിയർപ്പൊഴുകി. അവളുടെ ശരീരം വിറച്ചു. തല കറങ്ങുന്നതായി അവൾക്ക് തോന്നി. അവളുടെ ചുണ്ട് യാന്ത്രികമായി മന്ത്രിച്ചു. ഇച്ചായൻ. റിച്ചിയെ കണ്ട പൊന്നു ഒരു നിമിഷം തറഞ്ഞു നിന്നു. പിന്നെ തൻ്റെ പ്രിയപ്പെട്ടവനെ നോക്കി. 2 വർഷം കഴിഞ്ഞിട്ടും അവന് പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ല. ശരീരം ഒന്നുകൂടി ദൃഢമായതുപോലെ. കയ്യിൽ പഴയ ഇടിവിള കിടപ്പുണ്ട്. മറുകൈ ഒഴിച്ചിട്ടിരിക്കുകയാണ്. രോമാവൃതമായ അവൻ്റെ നെഞ്ചിൽ പഴയ കുരിശുമാല ഒട്ടിക്കിടക്കുന്നുണ്ട്. അലസമായി കിടക്കുന്ന മുടി കുറച്ച് നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ട്. ഡ്രിം ചെയ്തു വെച്ചിരിക്കുന്ന താടിയും കട്ടിക്ക് നിൽക്കുന്ന മീശയും. ഒരു റെഡ് കളർ ഷർട്ടും മുണ്ടുമാണ് വേഷം. പക്ഷെ അവൻ്റെ കണ്ണുകളിലെ ഭാവം അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ചുണ്ടിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് കാണും തോറും നെഞ്ചിലെന്തോ കുത്തി വലിക്കുന്നതായി അവൾക്ക് തോന്നി. മുണ്ടും മടക്കി കുത്തി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകോട്ട് മാറി. ഭിത്തിയിൽ തട്ടി അവൾ നിന്നുകൊണ്ട് ദയനീയമായി അവനെ നോക്കി. തന്നെ ഇമ വെട്ടാതെ നോക്കുകയാണവൻ. അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരം മുഴുവൻ ഓടി നടക്കുന്നതായി അവൾക്ക് തോന്നി. പക്ഷെ ഇന്ന് ആ കണ്ണുകളിൽ കുസൃതിയില്ല, ചുണ്ടുകളിൽ പുഞ്ചിരിയില്ല. അവൻ സിഗരറ്റ് താഴേക്കിട്ടിട്ട് കാലുകൊണ്ട് ഞെരിച്ചമർത്തി അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ 2 സൈഡും ഭിത്തിയിലേക്ക് കൈവച്ചുകൊണ്ട് അവൻ നിന്നു. സിഗരറ്റിൻ്റെ സ്മെല്ല് അവളുടെ മൂക്കിൽ അടിച്ചു കയറുന്നതായി അവൾക്ക് തോന്നി. അവൾ കണ്ണുകളെ ഇറുക്കിയടച്ചു. അവൻ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. അവൻ്റെ ചൂട് നിശ്വാസത്തിനൊപ്പം സിഗരറ്റിൻ്റെ മണവും അവളുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നതായി അവൾക്ക് തോന്നി. ഈ വരവ് തീരെ പ്രതീക്ഷിച്ചില്ല, അല്ലേ മിസ്സസ് മരിയ റോബിൻ? ഞാൻ ചത്തുപോയെന്ന് വിചാരിച്ചോടി? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇച്ചായ, അവൾ ദയനീയമായി വിളിച്ചു. നിർത്തടി, മിണ്ടി പോകരുത്, നീ അങ്ങനെ വിളിക്കരുതെന്നെ. നിന്റെ ഇച്ചായം മരിച്ചു 2 വർഷം മുമ്പ്, ആ ആക്സിഡൻറ്റിൽ. അല്ല, നീ കൊന്നു. അവൻ ദേഷ്യത്തോടെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായ, ഞാൻ നിന്നോടല്ലടി എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞത്. അവൻ അവളുടെ കവളിൽ ഒന്നുകൂടി പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി.